ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ് അയാളുടെ കുടുംബം. സ്നേഹം, ദയ, കാരുണ്യം മുതലായ മാനുഷിക ഗുണങ്ങളെല്ലാം തന്നെ ആർജിക്കുന്നത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്നാണ്. നല്ല ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. കുടുംബ ബന്ധങ്ങളെ വളരെ പവിത്രമായി കാണുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ഈ ശൈലി ലോകത്തിന് തന്നെ മാതൃകയാണ്. എന്നാൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കൊടുത്തും വാങ്ങിയും കഴിഞ്ഞിരുന്ന ആ പഴയകാല കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ മാറുകയും അണുകുടുംബങ്ങളുടെ ഉൽപ്പത്തിയും മൂലം പുതുതലമുറയ്ക്ക് പൂർവികരെയും അടുത്ത ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, തൊഴിൽ തേടി അന്യനാടുകളിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. മനസ്സോടെ അല്ലെങ്കിലും ഇവർക്ക് മറ്റു കുടുംബാംഗങ്ങളുമായി ഇടപഴകുവാനും ബന്ധങ്ങൾ സുദൃഢമാക്കുവാനും സാധിക്കാതെ വരുന്നു. കൃഷിയും മറ്റു പരമ്പരാഗത തൊഴിലുകളും വിട്ട് ആളുകൾ പുതിയ പുതിയ തൊഴിൽ നേടുന്നത് മൂലം പലർക്കും സമയക്കുറവ് അനുഭവപ്പെടുന്നു. ഇതുമൂലം അവർക്ക് അവരുടെ കുടുംബ കൂട്ടായ്മയും സ്നേഹബന്ധവും നിലനിർത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ 90% ആളുകളും തന്നെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടാതിരിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. കുടുംബ ബന്ധങ്ങൾ അവർക്കെന്നും ഒരു മധുരമുള്ള ഓർമ്മ തന്നെയാണ്. ഒട്ടുമിക്ക നല്ല കുടുംബങ്ങളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒത്തുകൂടുവാനും പരസ്പരം സംവേദിക്കുവാനും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടി കുടുംബയോഗങ്ങൾ രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. ഈ കുടുംബയോഗങ്ങൾ അവരുടെ കുടുംബ ചരിത്രവും പൂർവികരെക്കുറിച്ചുള്ള വിവരങ്ങളും എഴുതി സൂക്ഷിക്കുവാറുണ്ട്. മിക്കവാറും എല്ലാവരും തന്നെ ഫാമിലി ട്രീ എഴുതി സൂക്ഷിക്കുകയും പ്രിന്റ് ചെയ്യാറുമുണ്ട്. പല കുടുംബയോഗങ്ങൾക്കും മന്ത്ലി പ്രസിദ്ധീകരിക്കുകയോ വർഷത്തിൽ ഒന്നെങ്കിലും പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്ന ഫാമിലി ബുക്ക്ലെറ്റുകൾ ഉണ്ട്. ഇത് പലപ്പോഴും വളരെയേറെ സമയച്ചിലവും പണച്ചിലവും ബുദ്ധിമുട്ട് കൂടിയതുമായ ഒരു നടപടിയാകുന്നു. ഇവയ്ക്കെല്ലാം പരിഹാരമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിൻബലത്തിൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാലത്തെയും വിവരങ്ങൾ സൂക്ഷിക്കുവാനും പരസ്പരം ആശയവിനിമയം നടത്തുവാനും വേണ്ടി അനേകം ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തി അൽമേക ഇൻഫോടെക് ഒരു ഫാമിലി മാനേജ്മെന്റ് പോർട്ടൽ എന്ന നവീനമായ ആശയം രൂപീകരിച്ചിരിക്കുന്നു. ഇത് ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഉപഹാരമാണ്. നമുക്ക് ശ്രദ്ധയോടെ ഫാമിലി മാനേജ്മെന്റ് പോർട്ടലിൻ്റെ സവിശേഷതകളിലേക്കും ഫെസിലിറ്റീസിലേക്കും കടക്കാം. ഹോം പേജ്. ഫാമിലി മാനേജ്മെന്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ കുടുംബ പേര് വെച്ച് ഒരു ഡൊമെയിൻ നെയിം ഉണ്ടാകുന്നതാണ്. ആ പേരിലായിരിക്കും അവരുടെ ഫാമിലി സൈറ്റ് അറിയപ്പെടുക. പ്രസ്തുത ഫാമിലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഇന്റർനെറ്റിൽ ഈ നെയിം ബ്രൗസ് ചെയ്താൽ മതിയാകും. ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ആ ഫാമിലിയുടെ വിവരങ്ങൾ അടങ്ങിയതും മറ്റു പേജുകളിലേക്കും പോകുവാനുള്ള ലിങ്കും ഉൾപ്പെടുത്തിയ ഒരു ഹോം പേജിലേക്കാണ് ബ്രൗസ് ചെയ്യുന്നയാൾ എത്തുക. ഈ ഹോം പേജിൽ അവരുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ ഫാമിലി ട്രസ്റ്റിൻ്റെ അംഗങ്ങളുടെ ഫോട്ടോ ഇവയിൽ ഉചിതമായത് തിരഞ്ഞെടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരവും നമുക്ക് നൽകാവുന്നതാണ്. എബൌട്ട് ഫാമിലി. എബൌട്ട് ഫാമിലി എന്ന ഈ പേജിൽ ഈ സൈറ്റ് ആരുടെയാണോ അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഫോട്ടോസും ഉൾപ്പെടുത്താവുന്നതാണ്. മെമ്പേഴ്സ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഫാമിലി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഫോട്ടോ, പേര്, വീട്ടുപേര് എന്നീ ക്രമത്തിൽ മെമ്പേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ലിസ്റ്റിനുള്ള ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ അംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. ട്രീ. ഫാമിലി ട്രീ എന്നത് ഈ പോർട്ടലിൻ്റെ വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ഫാമിലി ട്രീയിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലിയിലെ പൂർവികരെക്കുറിച്ചും ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നു. സാധാരണഗതിയിൽ എഴുതി സൂക്ഷിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള നമ്മുടെ പൂർവികരുടെ ചരിത്രവും ബന്ധങ്ങളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ ഈ ലിങ്ക് നമ്മളെ സഹായിക്കുന്നു. ഒരു പേജിൽ തന്നെ 4 തലമുറയിലെ അംഗങ്ങളെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഫാമിലി ട്രീ നിർമ്മിച്ചിരിക്കുന്നത്. ഫാമിലി ട്രീയിലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നു. ആൻസെസ്ട്രൽ ഹീറോസ്. ഒരു ഫാമിലിയിലെ മരിച്ചുപോയ പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുവാനുള്ള ഒരു പേജാണ് ആൻസെസ്ട്രൽ ഹീറോസ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പ്രശസ്തരായ പൂർവികരെക്കുറിച്ചുള്ള ഓർമ്മ എന്നേക്കും നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നു. സെർച്ച്.
ഈ ഫാമിലി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങളിൽ നമുക്ക് വിവരങ്ങൾ അറിയേണ്ട ആളെ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇന്റേണൽ സെർച്ച് എഞ്ചിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പേര്, മെയിൽ ID, ബ്ലഡ് ഗ്രൂപ്പ്, ലൊക്കേഷൻ മുതലായവയിൽ ഏതെങ്കിലും നൽകി നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ട് അക്ഷരമാലാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു. കോൺടാക്ട് അസ്. ഈ പേജിൽ സൈറ്റ് ഓണറെ അല്ലെങ്കിൽ ഫാമിലി ട്രസ്റ്റിനെ കോൺടാക്ട് ചെയ്യുവാനുള്ള അഡ്രസ്സും മെയിലിംഗ് ഫെസിലിറ്റിയും ലഭ്യമാണ്. ലോഗിൻ. ഒരു ഫാമിലി മാനേജ്മെന്റ് പോർട്ടലിൽ 2 വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ വിഭാഗം സാധാരണ അംഗങ്ങളും രണ്ടാമത്തെ വിഭാഗം ലോഗിൻ ചെയ്യാൻ അവകാശമുള്ള അംഗീകൃത അംഗങ്ങളുമാണ്. സാധാരണഗതിയിൽ മരിച്ചുപോയ പൂർവികരും ജീവിച്ചിരിക്കുന്നതും എന്നാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിവില്ലാത്തവരും കുട്ടികളും ആണ് സാധാരണ അംഗങ്ങൾ. എന്നാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന എല്ലാ ഫാമിലി അംഗങ്ങളെയും അംഗീകൃത അംഗങ്ങളാകുവാനും അവർക്ക് ലോഗിൻ ചെയ്യുവാനും സാധിക്കുന്നു. സാധാരണ അംഗങ്ങളെ അപേക്ഷിച്ച് ഓതറൈസ്ഡ് മെമ്പേഴ്സിന് വളരെ അധികം ഫെസിലിറ്റീസ് ഫാമിലി മാനേജ്മെന്റ് പോർട്ടൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മറ്റ് ഓതറൈസ്ഡ് മെമ്പേഴ്സിന്റെ പ്രൊഫൈൽ കാണുവാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള അവകാശം ലഭിക്കുന്നു എന്നത്. ഒരു ഓതറൈസ്ഡ് മെമ്പറിന് അദ്ദേഹത്തിന്റെ കാറ്റഗറി തിരിച്ചുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പ്രൈമറി, എഡ്യൂക്കേഷൻ, റിലീജിയസ്, ഫാമിലി, ലൊക്കേഷൻ, പേഴ്സണൽ എന്നിങ്ങനെ 6 തരത്തിൽപ്പെട്ട വളരെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പേഴ്സണൽ പ്രൊഫൈൽ ഓരോ മെമ്പറിനും ഉണ്ടാക്കാവുന്നതാണ്. ഈ പ്രൊഫൈൽ നിങ്ങളുടെ പേഴ്സണൽ വെബ്സൈറ്റ് പോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്. ഒരു ഓതറൈസ്ഡ് മെമ്പറിന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിനും തന്റെ റിലേറ്റീവ്സുമായി ഷെയർ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് ആ ഫോട്ടോയെക്കുറിച്ചുള്ള കമന്റ് രേഖപ്പെടുത്തുന്നതിനുമുള്ള സൗകര്യം ഈ പോർട്ടലിന്റെ മറ്റൊരു സവിശേഷതയാണ്. കൂടാതെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ അപ്ലോഡ് ചെയ്യുവാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനുള്ള സൗകര്യം ഈ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സൗകര്യം ബേസിക് പാക്കേജിനോട് കൂടി ഇപ്പോൾ ലഭ്യമല്ല. അംഗങ്ങൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും വേണ്ടി ഒരു പേഴ്സണലൈസ്ഡ് മെസ്സേജിംഗ് സംവിധാനം ഈ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്കഷൻ ഫോറം. എല്ലാ ഓതറൈസ്ഡ് മെമ്പേഴ്സിനും ഡിസ്കഷനു വേണ്ടി ഒരു ടോപ്പിക് ഇടുന്നതിനും മറ്റ് അംഗങ്ങൾ പോസ്റ്റ് ചെയ്ത ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇതുമൂലം പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിനും പുതിയ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനും സാധിക്കുന്നു. സ്റ്റോറീസ്. ഈ പേജിന്റെ പേര് സ്റ്റോറീസ് എന്നാണെങ്കിലും ഇതിൽ തന്റെ ആർട്ടിക്കിൾസ്, പോയംസ്, സ്റ്റോറീസ് മുതലായവ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് അത് വായിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനും സാധിക്കുന്നു. ഇതിലൂടെ ഒരു ഫാമിലിയിലെ സർഗവാസനയുള്ള അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സാധിക്കുന്നു. ഇവന്റ്സ്. ഓരോ അംഗത്തിനും ഇവന്റുകൾ ആഡ് ചെയ്യുന്നതിനും മറ്റുള്ള അംഗങ്ങൾ ആഡ് ചെയ്ത ഇവന്റുകൾ കാണുവാനും സാധിക്കുന്നു. അപ്ഡേറ്റ്സ്. ഫാമിലി മാനേജ്മെന്റ് പോർട്ടലിലെ അംഗങ്ങൾ അവരുടെ ഫോട്ടോ ആൽബത്തിലോ വീഡിയോയിലോ അതുപോലെ തന്നെ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നടത്തിയാൽ അത് മറ്റു മെമ്പേഴ്സിനെ അപ്ഡേറ്റ്സ് എന്ന ടാബിൽ ലിസ്റ്റ് ചെയ്ത് അറിയിക്കുന്നു. ഇതുകൊണ്ട് മറ്റു അംഗങ്ങളെ പുതുതായി ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ലിസ്റ്റിംഗ്. വളരെയധികം അംഗങ്ങളുള്ള ഒരു ഫാമിലിയിലെ അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങളെ കാറ്റഗറി തിരിച്ച് ലിസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ക്ലോസ് റിലേറ്റീവ്സ്, ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ്, ഫ്രണ്ട്സ് കം റിലേറ്റീവ്സ് എന്നിങ്ങനെ. സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് എന്നത് തന്റെ പ്രൈവസി എത്രമാത്രം കീപ്പ് ചെയ്യണമെന്ന് ഒരാൾക്ക് തീരുമാനിക്കുവാനുള്ള ഓപ്ഷനാണ്. ഇതിലൂടെ നമ്മുടെ പ്രൊഫൈൽ ഏതൊക്കെ കാറ്റഗറി ആളുകൾ കാണണമെന്നും അഥവാ കാണണ്ട എന്നും തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ് മുതലായവ മറ്റുള്ളവർ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള സംവിധാനം ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒരാൾക്ക് തന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി മാനേജ്മെന്റ് പോർട്ടൽ നൽകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ഡെമോ പ്രോജക്റ്റായ www.melapalli.com സന്ദർശിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഫാമിലി മാനേജ്മെന്റ് പോർട്ടൽ എന്ന ഈ മഹത്തായ ആശയം വഴി കൂട്ടിയോജിപ്പിക്കുന്നതിനും പരസ്പര സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകുവാൻ താങ്കളെയും
താങ്കളുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മറക്കാതിരിക്കുക, കുടുംബം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബം നമ്മളെ പ്രയത്നിക്കാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബം നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ആ കുടുംബത്തെ നമുക്കും സ്നേഹിക്കാം.